ഹല്ലേലൂയ. അധികാരമുള്ള ഒരു ദൈവം, അനുഗ്രഹിപ്പാൻ അധികാരമുള്ള ദൈവം, വിടുവിപ്പാൻ അധികാരമുള്ള ദൈവം, കട്ടഴിപ്പാൻ അധികാരമുള്ള ദൈവം, തടവറകളെ തകർക്കുവാൻ അധികാരമുള്ള ദൈവം, താമ്ര കഥകളെ തകർക്കുവാൻ അധികാരമുള്ള ദൈവം. ഹല്ലേലൂയ. അതിന് ഉത്തമ ഉദാഹരണം അവന്റെ വാക്കുകൾ തന്നെയാണ്. ആരുടെ? യേശു കർത്താവിന്റെ വാക്കുകൾ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വളരെ വില കൊടുത്താണ് യേശു കർത്താവ് ഈ അധികാരം അവകാശമാക്കിയെടുത്തത്. ഹല്ലേലൂയ. പിശാച് പറഞ്ഞു, ഞാൻ അധികാരിയാ, ഞാൻ ഇവനെ ക്രൂശിൽ തറച്ച് കൊല്ലും. എന്നാൽ യേശു എന്ത് ചെയ്തു? ക്രൂശിൽ അവനെ പരസ്യമായി കാഴ്ചയാക്കി. പിശാചിന്റെ ആയുധവർഗത്തെ പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ. അവനെ പരസ്യ കോലമാക്കിയിട്ട് അധികാരം കൈയാളി, അധികാരം ഏറ്റെടുത്ത് അവൻ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കണം. ഒരു വാക്യം വായിക്കണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളുടെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. പിശാച് പറഞ്ഞു, ഞാൻ അവനെ ക്രൂശിൽ തറച്ചു. സംഭവിച്ചത് എന്താണ്? പിശാചിന്റെ കൈയെഴുത്താണ് തറയ്ക്കപ്പെട്ടത്. അവിടെ പരാജയപ്പെട്ടത് പിശാചിന്റെ കൈയെഴുത്താണ്. യേശു ക്രൂശിനെ ജയിച്ചു, യേശു മരണത്തെ ജയിച്ചു, യേശു കല്ലറയെ ജയിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ചോദ്യം ഹെരോദാവ് ആവർത്തിച്ചു. കാര്യമെന്താ? ഇനി ഒരുത്തന്റെയും വീട്ടിൽ യേശു പിറക്കാൻ പാടില്ല. ഇന്നും ഹെരോദാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലേബലുള്ളവൻ വിളിച്ചു പറയുന്ന അതേ ദൂത് തന്നെയാണ്. യേശു വീട്ടിൽ പിറക്കരുത്. പുണ്യവാളന്മാർ പിറന്നോട്ടെ, പിതാക്കന്മാർ പിറന്നോട്ടെ, ദാവീദ് പിറന്നോട്ടെ, ഏലിയാവ് പിറന്നോട്ടെ, ഇരമ്യാവ് പിറന്നോട്ടെ, യേശു പിറക്കരുത്. യേശു പിറന്നാൽ വിടുതലാ, യേശു പിറന്നാൽ സൗഖ്യമാ, യേശു പിറന്നാൽ അത്ഭുതമാ, യേശു പിറന്നാൽ പിശാചിന്റെ പദ്ധതി പൊളിയും. അതറിയാവുന്ന പ്രസ്ഥാനങ്ങൾ, അതറിയാവുന്ന വാഴ്ചകൾ, അധികാരം വിളിച്ചു പറയുന്നു, ഇനി യേശു പിറക്കരുത്. നടക്കത്തില്ല. ഓരോ ദിവസവും പിറക്കുകയാണ്, ഇന്ന് പകൽക്കാലവും പിറക്കുകയാണ്, പിറവി സംഭവിക്കുകയാണ്. ജീവിതങ്ങൾ യേശുവിന്റെ സുവിശേഷം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് come on, lift up your voice and praise. Hallelujah. ശ്രദ്ധിക്ക്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 430 സംവത്സരം അടിമയായി പാർക്കും. ആ ജനം അവരെ പീഡിപ്പിക്കും. ശരിയാ, അതുപോലൊക്കെ സംഭവിച്ചു. 430 സംവത്സരം പീഡനത്തിന്റെ, ഞെരുക്കത്തിന്റെ, അടിമത്തത്തിന്റെ, പ്രവാസത്തിന്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം സംഭവിച്ചു. ശ്രദ്ധിച്ചു കേൾക്ക്. 70 പേരായിട്ട് മിസ്രൈമിൽ വന്ന ഇസ്രായേൽ കുടുംബങ്ങൾ 21 ലക്ഷമായിട്ട് വർദ്ധിക്കുവാനിടയായി. കരങ്ങളെ ചേർത്തടിച്ചാണ്. ആ വർഷങ്ങളെ, ആ 430 വർഷങ്ങളെ കഷ്ടതയുടെ, നിരാശയുടെ വർഷങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞെരുക്കത്തിന്റെ വർഷമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ച വർഷങ്ങൾ എന്നുകൂടി പറയണം. കരങ്ങളെ ചേർത്തടിച്ചു. ഹല്ലേലൂയ. ഈ മാർഗം വളരുകയാണ്. ഹല്ലേലൂയ. 2010 വർഷങ്ങൾ യേശുവിന്റെ ജനത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഞെരുക്കത്തിന്റെ, പീഡനത്തിന്റെ, അടിയുടെ, ഇടിയുടെ, കാരാഗ്രഹത്തിന്റെ, കുലയുടെ ഒക്കെ വർഷങ്ങളായിരുന്നു 2010 വർഷങ്ങൾ. എന്നാൽ മറ്റൊരു കാര്യം സംഭവിച്ചു.
അനേക പ്രസ്ഥാനങ്ങൾ ചീഞ്ഞളിഞ്ഞു പോയപ്പോൾ വെറും 120 പേരുടെ ഒരു സംഘം 80 കോടിയിൽ അധികമായി വർദ്ധിച്ചു. കരങ്ങളെ ചേർത്തടിച്ച് സ്തുതിച്ചാട്ടെ. ജീവിച്ചിരിക്കുന്നവർ 80 കോടിയിൽ ദിനംതോറും വളരുകയാണ്. വളർച്ച തീർന്നിട്ടില്ല. നിർബാധം ഇന്ന് പകൽക്കാലം തുടരുകയാണ്. കാര്യം, യേശു നിത്യജീവൻ നൽകുന്നവൻ, യേശു നിത്യപിതാവ്, യേശു നിത്യമായി രക്ഷിക്കുന്നവൻ, യേശു നിത്യജീവൻ നൽകുന്നവൻ, യേശു നിത്യത്തിലേക്ക് ഇതിനെ കൂട്ടിക്കൊണ്ടുപോകുന്നവൻ. ഇത് തളരുന്ന മാർഗമല്ല, വളരുന്ന മാർഗമാണ്. ചീഞ്ഞളിയുന്ന മാർഗമല്ല. ഓ, സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഉണർവിന്റെ മാർഗമത്രേ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് സ്തുതിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്വാൻമാർ ഈ പറഞ്ഞപ്പോഴേ ഹെരോദാവ് പറഞ്ഞു, വിളിക്കട്ടെ, മഹാപുരോഹിതന്മാർ വിളിക്ക, ശാസ്ത്രിമാരെ വിളിക്ക, പുസ്തകമൊക്കെ തുറക്ക, നോക്ക, ഇങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? അവർ നോക്കി, അവർ പറഞ്ഞു, ശരിയാ, പ്രവചനവാക്യം അപ്രകാരം പറയുന്നുണ്ട്. എന്താ പ്രവചനവാക്യം? യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഒരു വലിയ ദൂത ഒളിഞ്ഞു കിടക്കുന്ന ഒരു വാക്യം അവർ കണ്ടത് കേട്ടോ. ഒരു പുസ്തകം മറിച്ച് നോക്കിയപ്പോഴേ ഒരു പ്രവചനവാക്യം കിടക്കുക. എന്താ? യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഒരു തലവൻ പുറപ്പെട്ടു വരുന്നുവെങ്കിൽ നിന്റെ ഭവനം ഒരു ചെറിയ ഭവനമല്ല. നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഭരിക്കുന്ന യേശു എന്ന തലവൻ പുറപ്പെട്ടു വരുന്നുവെങ്കിൽ നീ ഒരു ചെറിയവനല്ല. നിന്റെ സഭയിൽ നിന്ന് യേശു പുറപ്പെട്ടു വരുന്നുവെങ്കിൽ നിന്റെ സഭ ചെറുതല്ല. കരങ്ങളെ ചേർത്തടിച്ച് come on. ഹല്ലേലൂയ. ഒരു വ്യക്തമായ ദൂത് വിളിച്ചു പറയുകയാ ഈ വാക്യം. എന്റെ ശുശ്രൂഷയിൽ ഈ ദിവസങ്ങളിൽ യേശു തലവനായിട്ട് പുറപ്പെട്ടു വരുമെങ്കിൽ നീ ചെറുതായിട്ടിരിക്കത്തില്ല, നീ വളരും, നീ പടർന്നു പന്തലിക്കും, നീ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകും, നീ ദേശാന്തരം പുറപ്പെടും. ഹല്ലേലൂയ. നീ ഭൂഖണ്ഡങ്ങൾക്ക് അനുഗ്രഹമാകും, ഭൂമിയുടെ അറ്റം വരെ നീ പുറപ്പെടും. കാര്യം, ഇത് നിന്നെ കൊണ്ട് പുറപ്പെടുവിക്കുന്ന ശക്തിയാ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ശ്രദ്ധിക്കേ, ഈ വിദ്വാൻമാർ, നക്ഷത്രം കണ്ട വിദ്വാൻമാർ നക്ഷത്രത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച് ഹെരോദാവിലേക്കും പുസ്തകത്തിലേക്കും യെരൂശലേമിലേക്ക് നോക്കി. അവർക്കൊരു മറുപടിയും കിട്ടിയില്ല. ആരും സഹായമില്ലാതെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ ആരും നോക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴേ ഒരു കാര്യം തീരുമാനിച്ചു, ആ കണ്ട നക്ഷത്രത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കാം. ഹല്ലേലൂയ. അവർ മുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവർ കണ്ട നക്ഷത്രം അവരെ നോക്കി, അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. നിന്നെ വെളിച്ചം കാണിച്ചെങ്കിൽ വെറുതെ കാണിച്ചിട്ട് നിന്നെ തകർക്കാൻ വേണ്ടിയോ വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല. നിനക്ക് വേണ്ടി ആ വെളിച്ചം വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. ഉദയ നക്ഷത്രം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മുകളിലേക്ക് തലകൾ ഉയരട്ടെ. ഹല്ലേലൂയ. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ വിചാരിച്ചു അവർ കണ്ട നക്ഷത്രം അവരെ നോട്ടം മാറ്റിയതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞിട്ട് പോകുമെന്ന് അവർ വിചാരിച്ചത്. എന്നാൽ അവർ വീണ്ടും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ നക്ഷത്രം വീണ്ടും കാണുവാനിടയായി. എന്നെ കേൾക്കുന്ന ആരോ നക്ഷത്രം കണ്ട് ഇറങ്ങിയവരാണ്. എന്നാൽ വഴിയാത്രയിൽ ശ്രദ്ധ വ്യതിചലിക്കപ്പെടുവാനിടയായി. യെരൂശലേമിലേക്ക്, പണത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക്, ഡോളറിലേക്ക്, വ്യക്തികളിലേക്കൊക്കെ ശ്രദ്ധ തിരിയപ്പെട്ടു. സമയനഷ്ടം, ഹല്ലേലൂയ, മാന്യതയ്ക്ക് നഷ്ടം, ഹല്ലേലൂയ, പണനഷ്ടം, പലവിധ നഷ്ടങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയുന്നു, നിന്നെയും കാത്തുകൊണ്ട് കരുണയുള്ള ദൈവത്തിന്റെ നക്ഷത്രം, ദയയുള്ള മനസ്സലിവുള്ള ദൈവത്തിന്റെ മഹാനക്ഷത്രം, ഉദയ നക്ഷത്രം നിന്നെയും കാത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനൊരു പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കണം. നമസ്കരിക്കേണ്ടവനെ നമസ്കരിക്കുവാൻ നിന്നെ കെൽപ്പുള്ളവനാക്കണമെന്ന് അത് ഉദ്ദേശമുള്ളത് കൊണ്ട് അത് നിന്നെയോട് കരുണയോട് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. കമാൻ, മുകളിലേക്ക് തല ഉയരട്ടെ. ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ
അവർക്ക് ആ നക്ഷത്രം കാണുവാനിടയായി. ആ നക്ഷത്രം അവർ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. ആ നക്ഷത്രം പതുക്കെ ചലിക്കുകയാണ്. ശിശു കിടക്കുന്ന ആ പശുത്തൊട്ടിലിന്റെ മുകളിലേക്ക് അത് ചലിക്കുകയാണ്. അവരതിനെ അനുഗമിച്ച് ശിശു കിടന്നെടുത്തെത്തി. ഹല്ലേലൂയ. അവർ പറയുന്നൊരു ആവശ്യമുണ്ട്. ഞങ്ങൾ നക്ഷത്രം കണ്ടു, നമസ്കരിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ആഗ്രഹം എന്താ? ജീവനുള്ള ദൈവത്തെ ഒന്ന് നമസ്കരിക്കണം. നല്ല ആഗ്രഹങ്ങൾ നിനക്കുണ്ടെങ്കിൽ നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ ഉദയ നക്ഷത്രം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ വേണ്ടി അത് കാത്തു നിൽക്കുകയാണ്. നിന്നെയും കൊണ്ട് പുറപ്പെടുകയാണ്. യേശു കിടക്കുന്ന സ്ഥലത്തേക്ക്. എന്തിന്? യേശുവിനെ വീണ് നമസ്കരിക്കുവാൻ. എന്തിന്? പൊന്നും ഒരു മുന്തിരക്കും യേശുവിന് കാഴ്ചവെക്കുവാൻ. Come on, lift up your voice and pray. Hallelujah. Hallelujah. ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഹെരോദാവ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഒരുത്തൻ പിറന്നു, രാജാവായി പിറന്നു, വരട്ടെ, ഭരണം കൈമാറാം. എന്തായാലും എനിക്ക് ഭരണം കൈമാറണ്ടേ? എത്ര വർഷം ഭരിക്കും? 5 വർഷം, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ 120 വർഷം. ഹല്ലേലൂയ. അവനറിയാം അതിൽ കൂടുതൽ ഭരണം നടക്കത്തില്ല. എത്ര നാൾ ജീവിക്കുമോ അത്രയും നാൾ ഏതു മാർഗത്തിലൂടെയും ഭരണം കയ്യിൽ വെക്കണം. ഹല്ലേലൂയ. എന്നാൽ പുറപ്പെട്ടു വന്നവൻ കാത്തിരിക്കാൻ തയ്യാറുള്ളവനല്ല. ഇപ്പൊ ഭരിക്കുന്നവൻ ഭരിക്കട്ടെ, പിന്നെ ഭരിക്കാമെന്ന് കാത്തിരിക്കുന്നവൻ തയ്യാറുള്ളവനല്ല. ആധിപത്യം തോളിലുള്ളവനാണ് പുറപ്പെട്ടു വന്നത്. ആ വാക്യം ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് ഒരു ശിശു ജനിച്ചു. ഹല്ലേലൂയ. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഹെരോദാവേ, നീ ഭരണം തരുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറായിട്ടല്ല അവൻ വന്നിരിക്കുന്നത്. അവൻ രാജാവായി പിറന്നവനാ. നീ രാജാവായിട്ട് പിറന്നവനല്ല, നീ അധികാരം കൈയാളിയവനാണ്. എന്നാൽ അവൻ രാജാവായിട്ട് പിറന്നവനായതുകൊണ്ട് അവന് കാത്തിരിക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. എന്താ പറയുന്നത്? വായിച്ചട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ശിശു ജനിച്ചിരിക്കുന്നു. പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണം, ഗവൺമെന്റ്. ഇംഗ്ലീഷിൽ ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ പരിഭാഷ ഗവൺമെന്റ്, അധികാരം, ഭരണം അവന്റെ തോളിൽ ഇരിക്കും. നമുക്കറിയാം ഒരു മനുഷ്യന്റെയും തോളിൽ ഭരണം ഇരിക്കത്തില്ല. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് ചാടി വേറെ നമ്മുടെ തോളിൽ പോകും. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ എന്താണ്? അവന്റെ തോളിൽ അത് ഉറച്ചിരിക്കുകയാണ്. കാരണം അവൻ ഭരിക്കുവാൻ പുറപ്പെട്ടവനാണ്, ജയിക്കുവാൻ പുറപ്പെട്ടവൻ. ഇന്ന് പകൽക്കാലം യേശുവിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോ. ജയം വീട്ടിൽ വരും, പരാജയങ്ങൾ മാറും. അവൻ ജയിക്കുവാൻ പുറപ്പെട്ടു വന്നവൻ. അവൻ ഹല്ലേലൂയ പുറപ്പാടിന് വേണ്ടി പുറപ്പെട്ടു വന്നവൻ. അവൻ അനുഗ്രഹത്തിനായി പുറപ്പെട്ടു വന്നവൻ. അവൻ ഭരിക്കുവാൻ പുറപ്പെട്ടു വന്നവൻ. അവൻ ആധിപത്യം തോളിൽ വെച്ചുകൊണ്ടിരിക്കുവാൻ പുറപ്പെട്ടു വന്നവൻ. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആര്? ആധിപത്യം തോളിലിരിക്കുന്നവൻ. അടുത്ത വാചകം പറയുന്നു, അവൻ അത്ഭുത മന്ത്രി. എന്താ? അത്ഭുത മന്ത്രി. നമുക്കറിയാം ഒരുപാട് ഭരണ വകുപ്പുകളുണ്ട്. ആഭ്യന്തര വകുപ്പുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, ധനകാര്യ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്. എന്നാൽ അത്ഭുത മന്ത്രിയുടെ വകുപ്പ് ഇതുവരെ ലോകത്തും കേട്ടിട്ടില്ല. ഒരു മന്ത്രിസഭയിലും അങ്ങനെ ഒരു വകുപ്പ് ആരും കൈകാര്യം ചെയ്തിട്ടില്ല. കാര്യമെന്താ? അത് കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഇതുവരെ ജനിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇതുവരെ എഴുന്നേറ്റുള്ളൂ. അവനത്രേ യേശു കർത്താവ്. കാര്യം അത്ഭുതം ചെയ്യുക എന്റെ യേശുവിന് ഒരു സാധാരണ കാര്യമാണ്. അത്ഭുതം എനിക്കും നിനക്കും ഒരു അസാധാരണ കാര്യമാണെങ്കിലും അത്ഭുത മന്ത്രിയായ യേശുവിന് അത്ഭുതം ചെയ്യുക ഒരു സാധാരണ കാര്യമാണ്.
എവിടെ ചെന്നാലും അത്ഭുതം നടക്കും. അവൻ പടകിൽ പോയാൽ അവിടെ അത്ഭുതം നടക്കും. അവൻ മലയിൽ പോയാൽ അവിടെ അത്ഭുതം നടക്കും. അവൻ താഴ്വരയിൽ പോയാൽ അവിടെ അത്ഭുതം നടക്കും. അവൻ ക്രൂശിൽ കയറിയാൽ അവിടെ അത്ഭുതം നടക്കും. അവൻ ഉയർത്തെഴുന്നേറ്റാൽ അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അവൻ വഴിയിൽ കൂടെ നടന്നു പോയാൽ അവിടെ അവൻ എവിടെല്ലാം പോകുമോ അവിടെയെല്ലാം അത്ഭുതമുണ്ട്. ഇന്ന് പകൽക്കാലം